ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന 10,000 രൂപയിൽ താഴെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരു ബിസിനസ് സംരംഭവുമായിട്ടാണ് വന്നിരിക്കുന്നത്. 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8,000 രൂപ, 6,000 മുതൽ 8,000 രൂപ വരെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ബിസിനസ് സംരംഭത്തിൽ 10 ബിസിനസ് സംരംഭങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഒരു റീസെല്ലിംഗ് ബിസിനസ്സാണ്. റീപാക്ക് ചെയ്ത് റീസെല് ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. സ്പൈസസുകൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ വാങ്ങിക്കുക. വ്യത്യസ്ത തരത്തിലുള്ള സ്പൈസസുകൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിച്ചിട്ട് അവ നമ്മൾ ചെറിയ ചെറിയ പാക്കുകളാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ഉറപ്പാക്കാം. ഈ സ്പൈസസിനകത്ത് നമുക്ക് കുരുമുളക്, ഏലക്ക, ജാതിക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, കച്ചോലം, ഇങ്ങനെ സ്പൈസസുകൾ, കുരുമുളക്, ഇങ്ങനെ സ്പൈസസുകളെല്ലാം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ രണ്ടാമത്തെ ഒരു ബിസിനസ് സംരംഭം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉച്ചയൂണ് മീൽസ് തയ്യാറാക്കിയിട്ട് അതൊന്നെങ്കിൽ അത് പൊതിച്ചോറായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഹോട്ടൽ വഴി വിൽക്കാം. ഈ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, അപ്പോൾ അത് നിങ്ങൾ വീട്ടുകാർക്ക് കഴിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ആ ഭക്ഷണം തന്നെ കുറച്ച് കൂടുതലായി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇങ്ങനെ വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് ഈ ഊണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഓഫീസുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർഡറുകൾ എടുത്ത് ഈ പൊതിച്ചോറിൻ്റെ വിൽപ്പന, അതുവഴി പൊതിച്ചോറ് എന്ന് ഉദ്ദേശിക്കുമ്പം ഊണ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് അതിൽ ബിരിയാണി, നെയ്ച്ചോറൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് നമുക്ക് നല്ല വരുമാനം നേടിത്തരുന്നതാണ്. ഒരുപാട് ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളതിന് ഒരു പോരായ്മയായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന ഒരു ബിസിനസ്സാണ്. നല്ലൊരു വരുമാനം, നമുക്കൊരു കുറച്ച് നേരത്തെ മെനക്കേടുണ്ടെങ്കിലും നമുക്ക് നല്ല വരുമാനം ഉറപ്പുവരുന്ന ഒരു ബിസിനസ് സംരംഭമാണത്. അടുത്തത് എന്ന് പറയുന്നത് അപ്പം, ഇടിയപ്പമൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ എടുത്ത് ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ നിങ്ങൾക്ക് വിൽക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊടുക്കാം. ബേക്കറി വഴി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂടുതലായിട്ടുണ്ടാക്കി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാവുന്ന തരത്തിലുള്ള അപ്പം, ഇടിയപ്പം ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതും നല്ലൊരു ബിസിനസ് സംരംഭമാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടുള്ള റെഡി ടു ഈറ്റ് ചപ്പാത്തികൾ ധാരാളം നമുക്ക് കടകളിലൊക്കെ കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ റെഡി ടു ഈറ്റ് ചപ്പാത്തി, അല്ലെങ്കിൽ ഹാഫ് ബേൺഡ്, അല്ലെങ്കിൽ ഹാഫ് ഈറ്റ്, അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തികളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപോലുള്ള ബിസിനസ് സംരംഭവും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്കത് ബൾക്കായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാം, ഇല്ല ഹോം മെയ്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് അതും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, വീട്ടിലൊക്കെ നമുക്ക് കോഴി വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ, പൗൾട്രി ഫാം, കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട അട വെച്ച് വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വിൽപ്പന നടത്താം. അത് വഴി നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വ്യത്യസ്ത പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാം. അതുപോലെ ഇറച്ചി കോഴികളെ വിൽക്കാം. അതിൽ നിന്നുള്ള മുട്ടകൾ വരെ നിങ്ങൾക്ക് വിൽക്കാം. അങ്ങനെ ഇതൊരു നല്ലൊരു സംരംഭമാണ് കോഴി വളർത്തൽ എന്ന് പറയുന്നത്. അതുപോലെ ഇറച്ചി വിൽപ്പന, നിങ്ങൾക്ക് മീറ്റ് വിൽക്കാനായിട്ടൊക്കെ ഉള്ള താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കോഴി ഇറച്ചി ആയിക്കോട്ടെ, അല്ലാത്ത ബീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇവയുടെയൊക്കെ വിൽപ്പന അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി, പക്ഷേ നമുക്ക് നല്ല ലാഭവും കിട്ടും. ഇതിലൊക്കെ നമ്മൾ ചെറുതായിട്ട് മെനക്കെടാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മീറ്റ് സ്റ്റാളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാവുന്നതാണ്. പിന്നെ കാടക്കോഴി കൃഷിയാണ്. കാടക്കോഴി കുഞ്ഞുങ്ങളും കാടക്കോഴി മുട്ടയും ഒക്കെ ഇന്ന് വിപണിയിൽ ധാരാളം ആവശ്യക്കാരുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഇവ നമ്മുടെ വിപണിയിൽ ലഭ്യമല്ലതാനും. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ബിസിനസ് സംരംഭങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആടിൻ്റെ കൃഷി,
ഒരു ആട് ഫാമൊക്കെ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1-2 ആടിനെയൊക്കെ വെച്ച് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പാല് നിങ്ങളുടെ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൽവക്കത്തൊക്കെ കൊടുക്കാം. അതുപോലെ ആട്ടുംകുട്ടികളെയൊക്കെ വളർത്തി നിങ്ങൾക്ക് വിൽപ്പന നടത്താം. അതും നല്ലൊരു സംരംഭമാണ്. അതും നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ്. വീട്ടിൽ നിങ്ങളുടെ ജോലിയോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് ആട് വളർത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പശു വളർത്തലും. പശുക്കളൊക്കെ വളർത്തി നോക്കാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോവുക എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നല്ല വരുമാനവും കൂടി ലഭിക്കും. അതിൻ്റെ പാലായിക്കോട്ടെ, അതുപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ തൈരുണ്ടാക്കി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. അതിന് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് നല്ല വരുമാനം ഉറപ്പ് തരുന്ന ബിസിനസ് സംരംഭങ്ങളാണ് ആട് വളർത്തൽ, പശു വളർത്തൽ മുതലായവ. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഈ ആടാണെങ്കിലും പശു ആണെങ്കിലും ഒക്കെ ഇവയുടെ ചാണകവും കാഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇവയൊക്കെ വളരെയധികം ഗുണമേന്മയുള്ള വളങ്ങളാണ്. ഇവ ഉണക്കി പാക്കുകളിലാക്കി നിങ്ങൾക്ക് ഓൺലൈൻ വഴി വിൽക്കാം, അല്ലെങ്കിൽ കർഷകർക്ക് നേരിട്ട് നിങ്ങൾക്ക് വിൽക്കാം. അതുവഴി എല്ലാം നിങ്ങൾക്ക് നല്ല വരുമാനമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, വീടുകളിലൊക്കെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വരില്ല. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകൾ വരും, പച്ചക്കറി വേസ്റ്റുകൾ വരും. അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുമെങ്കിൽ കമ്പോസ്റ്റ് തയ്യാറാക്കി അതും നിങ്ങൾക്ക് പാക്കറ്റുകളിലാക്കി മാർക്കറ്റിൽ, വിപണിയിൽ വിൽപ്പന നടത്താൻ സാധിക്കും. അത് നിങ്ങൾക്ക് കർഷകരിലേക്ക് നേരിട്ട് കൊടുത്ത് അതുവഴിയും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. അപ്പം ആ അവസരങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഹോം മെയ്ഡ് ചോക്ലേറ്റിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. യാതൊരുവിധ കെമിക്കലുകളും ചേർക്കാതെ ശുദ്ധമായ ചോക്ലേറ്റുകൾ നിർമ്മിച്ച് വിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതൊരു നല്ലൊരു ബിസിനസ് സംരംഭമാണ്, നല്ലൊരു അവസരമാണ്. വ്യത്യസ്ത വെറൈറ്റിയിലുള്ള ചോക്ലേറ്റുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാം. അത് ഡേറ്റ്സ് വെച്ചിട്ടുള്ളതാകാം, ബദാം വെച്ചിട്ടുള്ളതാകാം, അല്ല നട്ട്സുകൾ, പലതരത്തിലുള്ള നട്ട്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റുകളാകാം. അങ്ങനെ വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത തരത്തിലുമുള്ള ചോക്ലേറ്റുകളുടെ നിർമ്മാണവും അതുവഴി നിങ്ങൾ വിറ്റ് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ബിസിനസ് സംരംഭമാണ് ക്ലീനിങ് ലിക്വിഡ്. നമ്മുടെ വീടുകളൊക്കെ, തറകളൊക്കെ തുടയ്ക്കാനായിട്ടുള്ള ഫിനോയിലുകൾ, അതുപോലെ സോപ്പ് ഓയിലുകൾ, ക്ലീനിങ് ലിക്വിഡ്സ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് നിർമ്മിച്ച് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ വിപണിയിൽ എത്തിക്കുന്ന വഴി തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം അതിൽ നിന്നെല്ലാം ഉറപ്പാക്കാം. ഇതും നല്ലൊരു ബിസിനസ് സംരംഭമാണ്. നമുക്ക് ഇതിനൊക്കെ വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 1000 മുതൽ 10000 രൂപയുടെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. ഏകദേശം നമ്മളിപ്പം 1000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 600 മുതൽ 800 രൂപ വരെ നമുക്ക് ഇതിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സുകളാണ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.